ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. കേരള PSC പരീക്ഷയിൽ ജോഗ്രഫിയിൽ നിന്നും ചോദിച്ചു കാണാറുള്ള ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ദേശീയ ജലപാതകളെക്കുറിച്ചും തുറമുഖങ്ങളെക്കുറിച്ചുമൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ വിശദമായിട്ട് നോക്കാൻ പോകുന്നത്. ആദ്യമായി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ദേശീയ ജലപാതകൾ നോക്കാം. നാഷണൽ വാട്ടർവേ 1 അലഹാബാദിനെ ഹാൽദിയയുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ് നാഷണൽ വാട്ടർവേ 1. ഗംഗ, ഭഗീരഥി, ഹൂഗ്ലി നദിയിലൂടെയാണ് നാഷണൽ വാട്ടർവേ 1 കടന്നു പോകുന്നത്. ആകെ നീളം 1620 കിലോമീറ്റർ. ഒന്നും കൂടെ നോക്കാം. നാഷണൽ വാട്ടർവേ 1 അലഹാബാദ് ഹാൽഡിയയായിട്ട് ബന്ധിപ്പിക്കുന്നു. ഗംഗ, ഭഗീരഥി, ഹൂഗ്ലി തുടങ്ങിയ നദിയിലൂടെ കടന്നു പോകുന്നു. 1620 കിലോമീറ്റർ നീളം ആകെ ഉണ്ട്. അടുത്തതായിട്ട് നാഷണൽ വാട്ടർവേ 2 സാദിയെ ആസാമിലുള്ള ദുബ്രിയുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ് നാഷണൽ വാട്ടർവേ 2. ഇത് ഏത് നദിയാണ്? ബ്രഹ്മപുത്ര നദിയിലാണ് കടന്നു പോകുന്നത്. നാഷണൽ വാട്ടർവേ 2 ബ്രഹ്മപുത്ര നദിയിൽ ആകെ നീളം 891 കിലോമീറ്റർ ആണ്. നാഷണൽ വാട്ടർവേ 2 ആസാമിലെ ദുബ്രിയെ സാദിയയുമായിട്ട് ബന്ധിപ്പിക്കുന്നു. ബ്രഹ്മപുത്ര നദിയിലാണ് 891 കിലോമീറ്റർ ആകെ നീളമുണ്ട്. നാഷണൽ വാട്ടർവേ 3 നമ്മുടെ കേരളത്തിലാണ്. കൊല്ലത്തെ കോഴിക്കോടുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ് നാഷണൽ വാട്ടർവേ 3. വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നും അറിയപ്പെടുന്നത് ഇതിനെയാണ്. നാഷണൽ വാട്ടർവേ 3നെ വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നും ചമ്പക്കര കനാൽ എന്നും ഉദ്യോഗമണ്ഡലം കനാൽ എന്നെല്ലാം അറിയപ്പെടുന്നു. നാഷണൽ വാട്ടർവേ 3നെ വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നും ചമ്പക്കര കനാൽ എന്നും ഉദ്യോഗമണ്ഡലം കനാൽ എന്നും അറിയപ്പെടുന്നു. ആ നദിയിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നത്. ബന്ധിപ്പിക്കുന്നത് കൊല്ലത്തെ കോഴിക്കോടുമായിട്ടാണ്. ആകെ നീളം 365 കിലോമീറ്റർ. നാഷണൽ വാട്ടർവേ 3ൻ്റെ ആകെ നീളം 365 കിലോമീറ്റർ ആണ്. നാഷണൽ വാട്ടർവേ 4 കാക്കിനാഡ പുതുച്ചേരിയുമായിട്ട് ബന്ധിപ്പിക്കുന്ന വാട്ടർവേ ആണ് നാഷണൽ വാട്ടർവേ 4. ദേശീയ ജലപാത 4 കാക്കിനാഡയെ പുതുച്ചേരിയുമായിട്ട് ബന്ധിപ്പിക്കുന്നു. ഗോദാവരി, കൃഷ്ണ തുടങ്ങിയ നദിയിലൂടെ കടന്നു പോകുന്നു. ഗോദാവരി, കൃഷ്ണ നദിയിലൂടെയാണ് നാഷണൽ വാട്ടർവേ 4 കാക്കിനാഡയെ പുതുച്ചേരിയുമായിട്ട് ബന്ധിപ്പിക്കുന്നത്. ആകെ നീളം 1095 കിലോമീറ്റർ ആണ്. ഇനി നാഷണൽ വാട്ടർവേ 5നെ കുറിച്ച് നോക്കുമ്പോൾ താൽച്ചറിനെ പാരദീപുമായിട്ട് ബന്ധിപ്പിക്കുന്നു. അല്ലെങ്കിൽ താൽച്ചർ ടു ധാമ്ര ആണ് നാഷണൽ വാട്ടർവേ 5. ദേശീയ ജലപാത 5 ഒഡീഷയെ പശ്ചിമ ബംഗാളുമായിട്ട് ബന്ധിപ്പിക്കുന്നു. സ്ഥലങ്ങൾ കറക്റ്റായിട്ട് നോക്കുമ്പോൾ താൽച്ചറിനെ ധാമ്ര പാരദീപുമായിട്ട് ബന്ധിപ്പിക്കുന്നു. ഇതിനെയാണ് ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്നും മദായി, ബ്രാഹ്മണി, മഹാനദി എന്ന് തുടങ്ങിയ നദിയിലൂടെ കടന്നു പോകുന്നു. നാഷണൽ വാട്ടർവേ 5നെ ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നു. മദായി, ബ്രാഹ്മണി, മഹാനദി തുടങ്ങിയ നദിയിലൂടെയാണ് നാഷണൽ വാട്ടർവേ 5 കടന്നു പോകുന്നത്. ആകെ നീളം 623 കിലോമീറ്റർ ആണ്. നാഷണൽ വാട്ടർവേ 5ൻ്റെ ആകെ നീളം 623 കിലോമീറ്റർ. വിളിക്കുന്നത് ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്ന്. അടുത്തതായിട്ട് നാഷണൽ വാട്ടർവേ 6നെ കുറിച്ച് നോക്കുമ്പോൾ ലക്കിപൂറിനെ ഫംഗയുമായിട്ട് ബന്ധിപ്പിക്കുന്നു. ആസാമിലുള്ള ഒരു സ്ഥലമാണ് ഫംഗ. ലക്കിപൂറിനെ ഫംഗയുമായിട്ട് ബന്ധിപ്പിക്കുന്നു. നാഷണൽ വാട്ടർവേ 6 ദേശീയ ജലപാത 6 ബറാക്ക് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബറാക്ക് നദി. ആകെ നീളം 121 കിലോമീറ്റർ മാത്രമാണ്. നാഷണൽ വാട്ടർവേ 6 ബറാക്ക് നദിയിൽ സ്ഥിതി ചെയ്യുന്നു. ലക്കിപൂറിനെ ആസാമിലെ ഫംഗയുമായിട്ട് ബന്ധിപ്പിക്കുന്നു. ആകെ നീളം 121 കിലോമീറ്റർ ആണ്. സോ ഫ്രണ്ട്സ്, ഇതോടുകൂടി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ദേശീയ ജലപാതകളെക്കുറിച്ച് നമുക്ക് ഒരു ഏകദേശ ഐഡിയ കിട്ടി കാണും. ഇത് മാത്രമല്ല, ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറേ ഉണ്ട്. അതൊക്കെ നമുക്ക് വഴിയെ നോക്കാം. ഇനി ജലഗതാഗതം എന്താണെന്ന് നോക്കാം. ഏറ്റവും ചിലവ് കുറഞ്ഞ ഗതാഗത മാർഗമാണ് ജലഗതാഗതം. നമുക്ക് എല്ലാവർക്കും അറിയാം, ഏറ്റവും കോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് യാത്ര ചെയ്യാം. ഇന്ധനക്ഷമതയുള്ളതും പരിസ്ഥിതി സൗഹൃദവുപരമായിട്ടുള്ള ഗതാഗത മാർഗമാണ് ജലഗതാഗതം. ജലഗതാഗതം 2 തരത്തിലുണ്ട്. ഉൾനാടൻ ജലപാതകളും സമുദ്ര ജലപാതകളും. 2ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഉൾനാടൻ ജലപാതകൾ, സമുദ്ര ജലപാതകൾ. ഉൾനാടൻ ജലപാതകളെക്കുറിച്ച് നോക്കാം.
റെയിൽപാതകളുടെ വരവിന് മുമ്പ് സ്വീകരിച്ചിരുന്ന ഗതാഗത മാർഗമാണ് ഉൾനാടൻ ജലപാത. നദികൾ, കായലുകൾ, കനാലുകൾ, അവയുടെ ഭാഗങ്ങൾ എന്നിവ ഈ ഗതാഗത മാർഗത്തിൽ ഉൾപ്പെടുന്നു. ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി, അതായത് ഉൾനാടൻ ജലപാത അതോറിറ്റി സ്ഥാപിതമായത് 1986 ഒക്ടോബർ 27 അതിൻ്റെ ലക്ഷ്യം എന്താണ്? ദേശീയ ജലപാതകളുടെ വികസനം, നിയന്ത്രണം, പരിപാലനം. ഉൾനാടൻ ജലപാത അതോറിറ്റിയുടെ ലക്ഷ്യം എന്തൊക്കെയാണ്? ദേശീയ ജലപാതയുടെ വികസനം, നിയന്ത്രണം, അതിൻ്റെ പരിപാലനം. ഉൾനാടൻ ജലപാത അതോറിറ്റി സ്ഥാപിതമായത് 1986 ഒക്ടോബർ 27 ഇന്ത്യയിലെ ആദ്യത്തെ ജലപാത ഏതാണ്? നാഷണൽ വാട്ടർവേ 1 തന്നെയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ജലപാതയാണ് ദേശീയ ജലപാത 1. കേരള സംസ്ഥാന ജലഗതാഗത വകുപ്പ് നിലവിൽ വന്ന വർഷം 1968 1968 കേരള സംസ്ഥാന ജലഗതാഗത വകുപ്പ് നിലവിൽ ഉണ്ടായിരുന്നു. സംസ്ഥാന ജലഗതാഗത വകുപ്പിന്റെ ആസ്ഥാനം ആലപ്പുഴയാണ്. സംസ്ഥാന ജലഗതാഗത വകുപ്പിന്റെ ആസ്ഥാനം ആലപ്പുഴ. NW3, അതായത് നമ്മൾ നേരത്തെ പഠിച്ച വെസ്റ്റ് കോസ്റ്റ് കനാലാണ് ദേശീയ ജലപാതയായിട്ട് പ്രഖ്യാപിച്ച് കേരളത്തിലൂടെ കടന്നു പോകുന്നത്. അതെന്നാണ് ദേശീയ ജലപാതയായിട്ട് പ്രഖ്യാപിച്ചത്? 1993 കൊല്ലത്തെ കോഴിക്കോടുമായിട്ട് ബന്ധിപ്പിക്കുന്നു. വെസ്റ്റ് കോസ്റ്റ് കനാൽ. ഈസ്റ്റ് കോസ്റ്റ് കനാൽ എവിടെയാണ്? അതിന് ദേശീയ ജലപാത 5 എന്ന് വിളിക്കുന്നു. നമ്മളിപ്പം പഠിച്ചുള്ളൂ. ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നത് താൽച്ചറിനെ പാരദ്വീപുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ്, അല്ലെങ്കിൽ ഒഡീഷയെ പശ്ചിമ ബംഗാളുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ് ഈസ്റ്റ് കോസ്റ്റ് കനാൽ. വെസ്റ്റ് കോസ്റ്റ് കനാൽ നാഷണൽ വാട്ടർവേ 3, ഈസ്റ്റ് കോസ്റ്റ് കനാൽ നാഷണൽ വാട്ടർവേ 5. ഉൾനാടൻ ജലഗതാഗത അതോറിറ്റിയുടെ ആസ്ഥാനം എവിടെയാണ്? ഉത്തർപ്രദേശിലെ നോയിഡ. ഉൾനാടൻ ജലഗതാഗത അതോറിറ്റിയുടെ ആസ്ഥാനം നോയിഡ. ഇനി കേരളത്തിൽ എവിടെയാണ് ആസ്ഥാനം? ആലപ്പുഴ. കേന്ദ്ര ഉൾനാടൻ ജലഗതാഗത കോർപ്പറേഷന്റെ ആസ്ഥാനം കൊൽക്കട്ടയാണ്. കേന്ദ്ര ഉൾനാടൻ ജലഗതാഗത കോർപ്പറേഷന്റെ ആസ്ഥാനം കൊൽക്കട്ടയിലാണ്. 1967 ഇത് സ്ഥാപിതമായത്. നാഷണൽ ഇൻലാൻഡ് നാവിഗേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം പാട്നയിലെ ഗായ്ഘട്ടാണ്. പാട്നയിലെ ഗായ്ഘട്ട് എന്ന സ്ഥലത്താണ് നാഷണൽ ഇൻലാൻഡ് നാവിഗേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം. 2004 ഇത് സ്ഥാപിതമായത്. ദേശീയ ജലഗതാഗത നിയമത്തിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ച വർഷം 2016 മാർച്ച് 25. ദേശീയ ജലഗതാഗത നിയമത്തിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ച തീയതി 2016 മാർച്ച് 25. പക്ഷെ ഇത് നിലവിൽ വന്നത് 2016 ഏപ്രിൽ 12. ഈ നിയമം അനുസരിച്ച് നിലവിൽ ഇന്ത്യയിലെ ആകെ ദേശീയ ജലപാത എണ്ണം എത്രയാണ്? 111 ദേശീയ ജലപാതകളാണ് നമ്മുടെ ഇന്ത്യയിൽ നിലവിൽ ഇപ്പോൾ ഉള്ളത്. ഇത് പ്രകാരം കേരളത്തിലാകെ ദേശീയ ജലപാതയുടെ എണ്ണം 4. ഇനി കേരളത്തിലെ ദേശീയ ജലപാതകൾ നമ്മളിപ്പോൾ പഠിച്ചത് കൂടാതെ ഇനിയുമുണ്ട്. നമുക്കെല്ലാം ഒന്നും കൂടെ നോക്കാം. നാഷണൽ വാട്ടർവേ 3 നമ്മളിപ്പോൾ പഠിച്ചത്. കൊല്ലത്തെ കോഴിക്കോടുമായിട്ട് ബന്ധിപ്പിക്കുന്നു. 365 കിലോമീറ്റർ ദൂരമുണ്ട്. അടുത്തത് നാഷണൽ വാട്ടർവേ 8 ഉണ്ട്. അത് ആലപ്പുഴയെ ചങ്ങനാശ്ശേരിയുമായിട്ട് ബന്ധിപ്പിക്കുന്നു. 28 കിലോമീറ്ററാണ് ആകെ നീളം വരുന്നത്. നാഷണൽ വാട്ടർവേ 9 കേരളത്തിൽ തന്നെയാണ്. ആലപ്പുഴയെ കോട്ടയമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ് ദേശീയ ജലപാത 9. 38 കിലോമീറ്റർ ആകെ നീളമുണ്ട്. നാഷണൽ വാട്ടർവേ 59 ആയപ്പോൾ കോട്ടയത്തെ വൈക്കമായിട്ട് ബന്ധിപ്പിക്കുന്നു. അതിന് 28 കിലോമീറ്ററാണ് ആകെ നീളം പറയുന്നത്. ഒന്നുകൂടെ നോക്കാം. നാഷണൽ വാട്ടർവേ 3 കൊല്ലം കോഴിക്കോട് ബന്ധിപ്പിക്കുന്നു. 365 കിലോമീറ്റർ നീളം. നാഷണൽ വാട്ടർവേ 8 ആലപ്പുഴയെ ചങ്ങനാശ്ശേരിയുമായിട്ട് ബന്ധിപ്പിക്കുന്നു. 28 കിലോമീറ്റർ ദൈർഘ്യമുണ്ട്. നാഷണൽ വാട്ടർവേ 9 ആലപ്പുഴയെ കോട്ടയവുമായിട്ട് ബന്ധിപ്പിക്കുന്നു. ആലപ്പുഴ കോട്ടയം 38 കിലോമീറ്ററാണ് ആകെ നീളം. നാഷണൽ വാട്ടർവേ 59 കോട്ടയത്തെ വൈക്കമായിട്ട് ബന്ധിപ്പിക്കുന്നു. കോട്ടയം ടു വൈക്കം 28 കിലോമീറ്ററാണ് ആകെ നീളം പറയുന്നത്. കേരളത്തിൽ നിന്ന് ആരംഭിക്കുകയും എന്നാൽ ഭൂരിഭാഗം പ്രദേശവും തമിഴ്നാട്ടിൽ ഉൾപ്പെടുന്നതുമായിട്ടുള്ള ദേശീയ ജലപാത നാഷണൽ വാട്ടർവേ 13. കേരളത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്, ആരംഭിച്ചിട്ട്, പക്ഷേ ഭൂരിഭാഗം പ്രദേശവും തമിഴ്നാട്ടിൽ
ഉൾപ്പെട്ട് പോകുന്നതുമായിട്ടുള്ള ദേശീയ ജലപാതയാണ് നാഷണൽ വാട്ടർവേ 13. അതിനെ AVM കനാൽ എന്നും വിളിക്കുന്നു. 11 കിലോമീറ്ററാണ് നീളം. അടുത്തതായിട്ട് സമുദ്രപാതകളെ കുറിച്ച് നോക്കാം. നമ്മളിപ്പോൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്ത ജലഗതാഗതത്തെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. ഉൾനാടന്, സമുദ്രം. ഉൾനാടനാണ് ഇപ്പോൾ നോക്കി തീർന്നത്. ഈ സമുദ്ര ജലപാതകളെ കുറിച്ച് നോക്കുമ്പോൾ സമുദ്രപാതകൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ മുഖ്യ പങ്ക് വഹിക്കുന്നു. നമുക്കറിയാം, സമുദ്രപാതകളിലൂടെയാണ് കൂടുതലും വാണിജ്യങ്ങളും എല്ലാം നടക്കുന്നത്. അന്താരാഷ്ട്ര വാണിജ്യത്തിനും ദ്വീപുകൾ തമ്മിലുള്ള രാജ്യത്തിന്റെ ഇതര ഭാഗങ്ങൾ തമ്മിലുള്ള ഗതാഗതത്തിനും ഈ ഗതാഗത മാർഗം ഉപയോഗിച്ചു വരുന്നു. അന്താരാഷ്ട്ര വാണിജ്യവും ദ്വീപുകൾ തമ്മിലുള്ള രാജ്യത്തിന്റെ ഇതര ഭാഗങ്ങൾ തമ്മിലുമുള്ള ഗതാഗതത്തിനും ഈ ഗതാഗത മാർഗമാണ് ഉപയോഗിക്കുന്നത്, സമുദ്രപാതകൾ വഴിയുള്ള. ഇന്ത്യയിലെ ആകെ തീരദേശ ദൈർഘ്യം എത്രയാണ്? 7516.6 കിലോമീറ്റർ ദൈർഘ്യമുണ്ട് നമ്മുടെ തീരദേശത്തിന്. ഇന്ത്യയിലെ ആകെ തീരദേശ ദൈർഘ്യം 7516.6 കിലോമീറ്റർ. ഇന്ത്യയിൽ എത്ര മേജർ തുറമുഖമുണ്ട്? ഇന്ത്യയിൽ ഇപ്പോൾ നിലവിൽ 12 മേജർ തുറമുഖമാണുള്ളത്. ഇപ്പോൾ 13 ഇന്ത്യയിൽ 13ആയിട്ട് വന്ന മേജർ തുറമുഖം പോർട്ട് ബ്ലെയർ ആണ്. 2010 പോർട്ട് ബ്ലെയറിനെ അംഗീകരിച്ചത്. മേജർ തുറമുഖം ആയിട്ട് പോർട്ട് ബ്ലെയർ അംഗീകരിക്കപ്പെട്ടത് 2010. മേജർ തുറമുഖങ്ങളുടെ ഭരണനിർവഹണം നടത്തുന്നത് കേന്ദ്ര തുറമുഖ വകുപ്പാണ്. മേജർ തുറമുഖമായപ്പോൾ അതിന്റെ ഭരണനിർവഹണം കേന്ദ്ര തുറമുഖ വകുപ്പാണ്. മൈനർ തുറമുഖമായപ്പോൾ അതിന്റെ ഭരണനിർവഹണം നടത്തുന്നത് അതത് സംസ്ഥാനങ്ങൾ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ലിസ്റ്റിനകത്ത് പഠിച്ചതാണ് മേജർ തുറമുഖം, മൈനർ തുറമുഖം. മേജർ ആയപ്പോഴേക്ക് കേന്ദ്രം, മൈനർ തുറമുഖമായപ്പോൾ സംസ്ഥാനമാണ് നോക്കുന്നത്. ഇന്ത്യയിൽ സമുദ്ര തീരമുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? 9 സംസ്ഥാനമുണ്ട്. സമുദ്ര സമീപമുള്ള സംസ്ഥാനങ്ങളാണ് ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പശ്ചിമ ബംഗാൾ. ആ ഒരു ഓർഡർ വി പോലെ ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. ആദ്യം ഗുജറാത്ത്, പിന്നെ മഹാരാഷ്ട്ര, ഗോവ, കർണാടക കഴിഞ്ഞിട്ട് കേരളം, പിന്നെ ഏറ്റവും അറ്റം ഇന്ത്യയുടെ സൗതേൺ മോസ്റ്റ് പോയിന്റ് തമിഴ്നാട്, പിന്നെ അങ്ങോട്ട് ഈസ്റ്റിലോട്ട് കയറുമ്പോൾ പൂർവ്വഘട്ടത്തിൽ വരുന്ന ആന്ധ്രാപ്രദേശും ഒഡീഷയും പശ്ചിമ ബംഗാളും. പശ്ചിമഘട്ടത്തിൽ നിന്ന് ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാടും ഉണ്ട്. പിന്നെ അതേപോലെ പൂർവ്വഘട്ടത്തിൽ തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പശ്ചിമ ബംഗാൾ. അങ്ങനെ ടോട്ടൽ 9 സംസ്ഥാനങ്ങളിലൂടെയാണ് സമുദ്ര സമീപം ആയിട്ട് ഇന്ത്യയിൽ കിടക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തുറമുഖമുള്ള സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തുറമുഖം മഹാരാഷ്ട്ര. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മേജർ തുറമുഖം തമിഴ്നാടാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തുറമുഖം മഹാരാഷ്ട്രയിൽ, ഏറ്റവും കൂടുതൽ മേജർ തുറമുഖമുള്ള സംസ്ഥാനം തമിഴ്നാടുമാണ്. 3 മേജർ തുറമുഖമാണ് തമിഴ്നാട്ടിലുള്ളത്. ഇന്ത്യയിലെ തുറമുഖങ്ങളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഏജൻസിയാണ് പോർട്ട് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. 1980 മുതലാണ് പോർട്ട് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത്. ഇന്ത്യയിലെ തുറമുഖങ്ങളുടെ പ്രധാന പ്രവർത്തനങ്ങളെ എല്ലാം നിയന്ത്രിക്കുന്നത് പോർട്ട് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ആണ്. താഴെ തന്നിരിക്കുന്നവയിൽ പുരാതനമായിട്ടുള്ള കിഴക്കൻ തീരം തുറമുഖം ഏതാണ്? തൂത്തുക്കുടി, പാരദീപ്, വിശാഖപട്ടണം, ചെന്നൈ. ഉത്തരം പറയുന്നത് ചെന്നൈയാണ്. പുരാതനമായിട്ടുള്ള കിഴക്കൻ തുറമുഖം ചെന്നൈ. കൊച്ചി കപ്പൽ നിർമ്മാണശാല സ്ഥാപിതമായ വർഷം എന്നാണ്? 1972. ചോദിച്ച് കണ്ടിട്ടുണ്ട്. കൊച്ചി കപ്പൽ നിർമ്മാണശാല എന്നാണ് സ്ഥാപിച്ചത്? 1972. മലപ്പുറം ജില്ലയിലെ ഏക തുറമുഖം പൊന്നാനി തുറമുഖം. മലപ്പുറം ജില്ലയിലുള്ള ഒരേ ഒരു തുറമുഖമാണ് പൊന്നാനി തുറമുഖം. കേരള മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നീണ്ടകര. കേരള മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ട് നീണ്ടകരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ നാവിക അക്കാദമി സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലെ ഏഴിമല എന്ന സ്ഥലത്താണ്. കണ്ണൂർ ജില്ലയിലെ ഏഴിമലയിലാണ് ഇന്ത്യൻ നാവിക അക്കാദമി സ്ഥിതി ചെയ്യുന്നത്. ദക്ഷിണ നാവിക കമാൻഡിന്റെ ആസ്ഥാനം കൊച്ചിയാണ്. ദക്ഷിണ നാവിക കമാൻഡിന്റെ ആസ്ഥാനം കൊച്ചി. പശ്ചിമ തീര തുറമുഖം കൊച്ചി തുറമുഖം കേരളത്തിലാണ്. ന്യൂ മാംഗ്ലൂർ കർണാടകത്തിൽ. മർമഗോവ ഗോവ സംസ്ഥാനത്താണ്. ജവഹർലാൽ നെഹ്റു തുറമുഖം മഹാരാഷ്ട്രയിലും. മുംബൈ തുറമുഖവും മഹാരാഷ്ട്രയിൽ സ്ഥിതി ചെയ്യുന്നു.
ദീൻ ദയാൽ തുറമുഖം അല്ലെങ്കിൽ കാണ്ട്ല എന്നും വിളിക്കുന്ന തുറമുഖം ഗുജറാത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഒന്നുകൂടെ നോക്കാം. കൊച്ചി കേരളത്തിൽ, ന്യൂ മാംഗ്ലൂർ കർണാടക, മർമഗോവ ഗോവ, ജവഹർലാൽ നെഹ്റു തുറമുഖം മഹാരാഷ്ട്ര, മുംബൈ തുറമുഖം മഹാരാഷ്ട്ര, ദീൻ ദയാൽ അല്ലെങ്കിൽ കാണ്ട്ല തുറമുഖം ഗുജറാത്തിലുമാണ്. ഇനി പൂർവ്വ തീര തുറമുഖമായിട്ട് വരുന്നതാണ് ചെന്നൈ തമിഴ്നാട്ടിൽ, കാമരാജാർ പോർട്ട് തമിഴ്നാട്, വിശാഖപട്ടണം പോർട്ട് ആന്ധ്രാപ്രദേശ്, പാരദീപ് ഒഡീഷ, കൊൽക്കട്ടയും ഹാൽഡിയയും പശ്ചിമ ബംഗാളിലും, പോർട്ട് ബ്ലെയർ ആൻഡമാൻ നിക്കോബാർ ദ്വീപിലും, ബിഒ ചിദംബനാർ തുറമുഖം തമിഴ്നാട്ടിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. ഒന്നുകൂടെ നോക്കാം. ചെന്നൈയും കാമരാജാർ പോർട്ടും തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്നു. വിശാഖപട്ടണം പോർട്ട് ആന്ധ്രാപ്രദേശ്, പാരദീപ് ഒഡീഷയിലാണ്. കൊൽക്കട്ടയും ഹാൽഡിയ തുറമുഖവും പശ്ചിമ ബംഗാളിൽ. പോർട്ട് ബ്ലെയർ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപുകളിലാണ്. വിഒ ചിദംബനാർ തുറമുഖം തമിഴ്നാട്ടിലാണ്. ചില പ്രധാനപ്പെട്ട തുറമുഖത്തെക്കുറിച്ച് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ദീൻ ദയാൽ തുറമുഖം, അതിനെയാണ് കാണ്ട്ല തുറമുഖം എന്നും അറിയപ്പെടുന്നത്. ദീൻ ദയാൽ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഗുജറാത്തിൽ. നമ്മളിപ്പോൾ പഠിച്ചുള്ളൂ, ഗുജറാത്തിലെ കച്ചിലാണ്. റാനോ കച്ചൊക്കെ കേട്ടിട്ടില്ലേ? അതിലെ കച്ചിലാണ് ദീൻ ദയാൽ തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏക വേലിയേറ്റ തുറമുഖമാണ് ദീൻ ദയാൽ തുറമുഖം. ഇന്ത്യയിലെ ഏക വേലിയേറ്റ തുറമുഖം ദീൻ ദയാൽ തുറമുഖം. ദീൻ ദയാൽ തുറമുഖം നിർമ്മിച്ചത് 1950-ലാണ്. ദീൻ ദയാൽ തുറമുഖം ഉദ്ഘാടനം ചെയ്ത് നിർമ്മിച്ചത് 1950. ഇന്ത്യയിലെ അല്ലെങ്കിൽ ഏഷ്യയിലെ തന്നെ ആദ്യത്തെ പ്രത്യേക സാമ്പത്തിക മേഖലയാണ് ദീൻ ദയാൽ. ഇന്ത്യയിലെ അല്ലെങ്കിൽ ഏഷ്യയിലെ തന്നെ ആദ്യത്തെ പ്രത്യേക സാമ്പത്തിക മേഖല ദീൻ ദയാൽ 1965-ലാണ് അങ്ങനെ പ്രഖ്യാപിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ ഫ്രീ ട്രേഡ് പോർട്ടാണ് ദീൻ ദയാൽ. ഇന്ത്യയിലെ ആദ്യത്തെ ഫ്രീ ട്രേഡ് പോർട്ട് കൂടിയാണ് ദീൻ ദയാൽ. സ്വതന്ത്ര ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ തുറമുഖമാണ് ദീൻ ദയാൽ. ഇമ്പോർട്ടൻറ്റ് ചോദ്യം. സ്വതന്ത്ര ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ തുറമുഖം ദീൻ ദയാൽ തുറമുഖം എവിടെയാണ്? ഗുജറാത്തിലെ കച്ചിൽ. ഇന്ത്യ വിഭജനത്തിന്റെ സന്തതി എന്നറിയപ്പെടുന്ന തുറമുഖം കൂടിയാണ് ദീൻ ദയാൽ. ഇന്ത്യ വിഭജനത്തിന്റെ സന്തതി എന്നറിയപ്പെടുന്ന തുറമുഖം ദീൻ ദയാൽ തുറമുഖം. ദീൻ ദയാൽ തുറമുഖത്തിന്റെ പഴയ പേര് കാണ്ട്ല തുറമുഖം. അപ്പോൾ ദീൻ ദയാൽ തുറമുഖത്തിന്റെ പഴയ പേരാണ് കാണ്ട്ല തുറമുഖം. ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ പൊളിക്കൽ കേന്ദ്രം എവിടെയാണ്? അലാംഗ് എന്ന സ്ഥലത്താണ്. ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ പൊളിക്കൽ കേന്ദ്രമാണ് അലാംഗ്. കപ്പലുകളുടെ ശവപ്പറമ്പ് എന്നും അറിയപ്പെടുന്നു അലാംഗ്. അലാംഗ് ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്ത്. ഗുജറാത്തിലാണ് അലാംഗ് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ പൊളിക്കൽ കേന്ദ്രമാണിത്. കപ്പലുകളുടെ ശവപ്പറമ്പ് എന്ന് അലാംഗിനെ അറിയപ്പെടുന്നു. ജവഹർലാൽ നെഹ്റു തുറമുഖത്തെക്കുറിച്ച് നോക്കാം. ജവഹർലാൽ നെഹ്റു തുറമുഖം സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ്. ജവഹർലാൽ നെഹ്റു തുറമുഖം എവിടെയാണ്? മഹാരാഷ്ട്ര. ഇനി ഇതിനെ അറിയപ്പെടുന്ന മറ്റൊരു പേര് നാവശേവാ തുറമുഖം. ജവഹർലാൽ നെഹ്റു തുറമുഖത്തിന്റെ മറ്റൊരു പേരാണ് നാവശേവാ തുറമുഖം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ തുറമുഖമാണ് ജവഹർലാൽ നെഹ്റു തുറമുഖം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ തുറമുഖം ജവഹർലാൽ നെഹ്റു തുറമുഖം. ഇന്ത്യയിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന തുറമുഖം കൂടിയാണ് ജവഹർലാൽ നെഹ്റു തുറമുഖം. ഇന്ത്യയിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന തുറമുഖം ജവഹർലാൽ നെഹ്റു തുറമുഖം. ഇന്ത്യയിൽ ഏറ്റവും വലിയ കൃത്രിമ തുറമുഖം കൂടിയാണ് ജവഹർലാൽ നെഹ്റു തുറമുഖം. ഇന്ത്യയിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന തുറമുഖം, ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ തുറമുഖം, ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃത്രിമ തുറമുഖം കൂടിയാണ് ജവഹർലാൽ നെഹ്റു തുറമുഖം. എവിടെ സ്ഥിതി ചെയ്യുന്നു? മഹാരാഷ്ട്ര. ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്വകാര്യവൽക്കരിച്ച കണ്ടെയ്നർ പോർട്ട് കൂടിയാണ് ജവഹർലാൽ നെഹ്റു തുറമുഖം. ഇന്ത്യയിൽ ഏറ്റവും തിരക്ക് കൂടിയ തുറമുഖം ജവഹർലാൽ നെഹ്റു തുറമുഖം. ഇതിനെ അറിയപ്പെടുന്ന മറ്റൊരു പേര് നാവശേവാ തുറമുഖം. ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്വകാര്യവൽക്കരിച്ച കണ്ടെയ്നർ പോർട്ടാണ് ജവഹർലാൽ നെഹ്റു പോർട്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തിരക്ക് കൂടിയ തുറമുഖം ജവഹർലാൽ നെഹ്റു തുറമുഖമാണ്. മർമഗോവ തുറമുഖം. മർമഗോവ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഗോവ. നമ്മൾ പഠിച്ചു, ഗോവ സംസ്ഥാനത്തിൽ മർമഗോവ. ഏത് നദിയാണ്? സുവാരി നദി. സുവാരി എന്നറിയപ്പെടുന്ന നദിയിലാണ് മർമഗോവ തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്നത് മർമഗോവയിൽ വെച്ചിട്ടാണ്.
ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പയിര് കയറ്റുമതി നടക്കുന്നത് മർമഗോവ, ഗോവയിൽ സുവാരി നദിയിൽ സ്ഥിതി ചെയ്യുന്നു. മുംബൈ തുറമുഖത്തെക്കുറിച്ച് നോക്കാം. മുംബൈ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിൽ തന്നെയാണ്. മുംബൈ, മഹാരാഷ്ട്ര. ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖമാണ് മുംബൈ തുറമുഖം. ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം മുംബൈ തുറമുഖമാണ്. ഇന്ത്യയിൽ ഏകദേശം 1/5 വിദേശ ചരക്കുകൾ ഇറക്കുമതി ചെയ്യുന്ന തുറമുഖമാണ് മുംബൈ തുറമുഖം. ഇന്ത്യയിലെ ഏകദേശം 1/5 വിദേശ ചരക്കുകൾ ഇറക്കുമതി ചെയ്യുന്ന തുറമുഖം മുംബൈ തുറമുഖം വഴിയാണ്. മുംബൈ തുറമുഖം അറിയപ്പെടുന്നത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്നാണ്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന തുറമുഖം മുംബൈ തുറമുഖം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത തുറമുഖം കൂടിയാണ് മുംബൈ തുറമുഖം. ഇന്ത്യയിലെ പരുത്തി തുറമുഖം എന്നും അറിയപ്പെടുന്നത് മുംബൈ. ഒന്നുകൂടെ നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത തുറമുഖം മുംബൈ തുറമുഖം. ഇന്ത്യയിൽ പരുത്തി തുറമുഖം എന്നും അറിയപ്പെടുന്നത് മുംബൈ തുറമുഖമാണ്. ഇന്ത്യയുടെ പരുത്തി തുറമുഖം മുംബൈ തുറമുഖം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത തുറമുഖം ഇന്ത്യയിലെ പരുത്തി തുറമുഖം എന്നും അറിയപ്പെടുന്നത് മുംബൈ തുറമുഖം. മുംബൈ തുറമുഖം മഹാരാഷ്ട്രയിൽ സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖമാണിത്. ഇന്ത്യയിൽ ഏകദേശം 1/5 വിദേശ ചരക്കുകൾ ഇറക്കുമതി ചെയ്യുന്നത് മുംബൈ തുറമുഖം വഴിയാണ്. മുംബൈ തുറമുഖത്തെ അറിയപ്പെടുന്നത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്നാണ്. അടുത്തതായിട്ട് VO ചിദംബരനാർ തുറമുഖം. VO ചിദംബരനാർ തുറമുഖത്തെ കുറിച്ച് നോക്കുമ്പോൾ VO ചിദംബരനാർ തുറമുഖം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം തമിഴ്നാട്. അതേപോലെ ഇതിന്റെ ആദ്യത്തെ നാമം വേറൊന്നായിരുന്നു, ട്യൂറ്റിക്കോറിൻ, അതായത് തൂത്തുക്കുടി തുറമുഖം. ട്യൂറ്റിക്കോറിൻ എന്ന് വെച്ചാൽ തൂത്തുക്കുടി തുറമുഖം എന്നറിയപ്പെട്ടിരുന്ന തുറമുഖമാണ് ഇന്നിപ്പോൾ VO ചിദംബരനാർ തുറമുഖം എന്നറിയപ്പെടുന്ന തുറമുഖം. മേജർ തുറമുഖമായിട്ട് മാറിയ വർഷം 1974. തൂത്തുക്കുടി തുറമുഖത്തെ VO ചിദംബരനാർ തുറമുഖമെന്നും മേജർ തുറമുഖം ആക്കി മാറ്റിയത് 1974 വർഷത്തിലാണ്. ഇതൊരു മനുഷ്യനിർമ്മിത ആഴക്കടൽ തുറമുഖമാണ്. മനുഷ്യനിർമ്മിതമാണ്, ആഴക്കടൽ തുറമുഖം കൂടിയാണ്. ഇന്ത്യയുടെ മുത്ത് എന്നറിയപ്പെടുന്ന തുറമുഖമാണ് VO ചിദംബരനാർ തുറമുഖം. ഇന്ത്യയുടെ മുത്ത് ഏതാണ്? VO ചിദംബരനാർ തുറമുഖം. തൂത്തുക്കുടി പോർട്ടിൽ നിന്നും ഏകദേശം കുടിൽ കയറ്റുമതി ചെയ്യുന്നത് തൂത്തുക്കുടി പോർട്ടിൽ നിന്നും ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന സാധനം എന്താണ്? ഉപ്പാണ്. തൂത്തുക്കുടിയിൽ നിന്നും അവിടെ തമിഴ്നാടൊക്കെ ആലോചിച്ചാൽ മതി, ഉപ്പാണ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിച്ച് കയറ്റുമതി ചെയ്യുന്നത്. കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി VO ചിദംബരം പിള്ളയാണ്. കപ്പലോട്ടിയ തമിഴൻ VO ചിദംബരം പിള്ള. പാണ്ഡ്യ രാജാക്കന്മാരുടെ പ്രധാനപ്പെട്ട തുറമുഖം ആയിരുന്നത് തൂത്തുക്കുടിയാണ്. പാണ്ഡ്യ രാജാക്കന്മാരുടെ പ്രധാനപ്പെട്ട തുറമുഖം ആയിരുന്നു തൂത്തുക്കുടി. അടുത്തതായിട്ട് ന്യൂ മാംഗ്ലൂർ തുറമുഖം. ആദ്യകാല നാമം പനമ്പൂർ തുറമുഖം എന്നാണ്. ന്യൂ മാംഗ്ലൂർ തുറമുഖത്തിന്റെ ആദ്യകാല നാമമാണ് പനമ്പൂർ തുറമുഖം. മംഗലാപുരം തുറമുഖം എന്നും അറിയപ്പെടുന്നു. മംഗലാപുരത്താണ്. ന്യൂ മാംഗ്ലൂർ തുറമുഖം അറിയപ്പെടുന്നത് ഗേറ്റ് വേ ഓഫ് കർണാടക എന്നാണ്. ഗേറ്റ് വേ ഓഫ് കർണാടക എന്നറിയപ്പെടുന്ന തുറമുഖം ന്യൂ മാംഗ്ലൂർ തുറമുഖം. കർണാടക സംസ്ഥാനത്തിലെ ഒരു മേജർ തുറമുഖം കൂടിയാണ് ന്യൂ മാംഗ്ലൂർ തുറമുഖം. ന്യൂ മാംഗ്ലൂർ അല്ലെങ്കിൽ ന്യൂ മംഗലാപുരം. പ്രധാനമായിട്ടും കുന്ദേമുഖ് ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്നതിന് വേണ്ടി നിർമ്മിച്ച തുറമുഖമാണ് ന്യൂ മാംഗ്ലൂർ. പ്രധാനമായിട്ടും കുദ്രേമുഖ് ഇരുമ്പയിര് കയറ്റുമതി ചെയ്യാൻ വേണ്ടി നിർമ്മിച്ച തുറമുഖം ന്യൂ മാംഗ്ലൂർ. അടുത്തതായിട്ട് വിശാഖപട്ടണം തുറമുഖത്തെ കുറിച്ച് നോക്കാം. വിശാഖപട്ടണം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നമുക്കറിയാം, ആന്ധ്രാപ്രദേശിലാണ് വിശാഖപട്ടണം. ഇന്ത്യൻ തുറമുഖങ്ങൾക്കിടയിലെ തിളക്കമുള്ള രത്നമെന്നും കിഴക്കൻ തീരത്തിന്റെ രത്നമെന്നും അറിയപ്പെടുന്നത് വിശാഖപട്ടണം തുറമുഖമാണ്. വിശാഖപട്ടണം തുറമുഖം ആന്ധ്രാപ്രദേശിൽ സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യൻ തുറമുഖങ്ങൾക്കിടയിൽ തിളക്കമുള്ള രത്നം എന്നും കിഴക്കൻ തീരത്തിന്റെ രത്നം എന്നും അറിയപ്പെടുന്നത് വിശാഖപട്ടണം തുറമുഖത്തെയാണ്. ഏറ്റവും ആഴം കൂടിയ കരബന്ധിത തുറമുഖമാണ് വിശാഖപട്ടണം തുറമുഖം.
ഏറ്റവും കൂടുതൽ ആഴമുള്ള കരബന്ധിത തുറമുഖം വിശാഖപട്ടണം. ബംഗാൾ ഉൾക്കടലിലെ ഒരേ ഒരു പ്രകൃതിദത്ത തുറമുഖം കൂടിയാണ് വിശാഖപട്ടണം തുറമുഖം. വിശാഖപട്ടണം തുറമുഖം അല്പം പൂർവ്വഘട്ടത്തിലാണ്. ഇപ്പോൾ അതായത് ഈസ്റ്റ് ഭാഗത്തിലായിട്ടാണ് വരുന്നത്. ഇന്ത്യയിലെ ഒരു പ്രകൃതിദത്ത തുറമുഖം കൂടിയാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആഴം കൂടിയ കരബന്ധിത തുറമുഖമാണ്. അടുത്തത്, ഇന്ത്യൻ നാവികസേനയുടെ ഈസ്റ്റേൺ നേവൽ കമാൻഡിന്റെ ആസ്ഥാനം എവിടെയാണ്? വിശാഖപട്ടണം. ഇന്ത്യൻ നാവികസേനയുടെ ഈസ്റ്റേൺ നേവൽ കമാൻഡിന്റെ ആസ്ഥാനമാണ് വിശാഖപട്ടണം. വിശാഖപട്ടണം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഡോൾഫിൻ നോസ് ഹില്ലിനും റോസ് ഹില്ലിനും ഇടയിലായിട്ടാണ്. വിശാഖപട്ടണം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഡോൾഫിൻ നോസ് ഹില്ലിനും റോസ് ഹില്ലിനും ഇടയ്ക്ക്. ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ ആണവ അന്തർവാഹിനിയായിട്ടുള്ള അരിഹന്ത് നിർമ്മിച്ച വിശാഖപട്ടണത്തെ കപ്പൽ നിർമ്മാണശാലയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ ആണവ അന്തർവാഹിനി ആയിട്ടുള്ള INS അരിഹന്ത് നിർമ്മിച്ച വിശാഖപട്ടണത്തെ കപ്പൽ നിർമ്മാണശാലയാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ സബ്മറൈൻ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നതും വിശാഖപട്ടണത്താണ്. INS കുർസുര എന്നാണ് ഇതിനെ പേരിട്ടിരിക്കുന്നത്. INS കുർസുര വിശാഖപട്ടണം തുറമുഖത്താണ് പണിയഴിപ്പിച്ചത്. അവിടുത്തെ ഉള്ള സബ്മറൈൻ മ്യൂസിയമാണ് INS കുർസുര. നാഷണൽ ഷിപ്പ് ഡിസൈൻ ആൻഡ് റിസർച്ച് സെന്റർ സ്ഥിതി ചെയ്യുന്നതും വിശാഖപട്ടണത്താണ്. നാഷണൽ ഷിപ്പ് ഡിസൈൻ ആൻഡ് റിസർച്ച് സെന്റർ വിശാഖപട്ടണം. ചെന്നൈ തുറമുഖത്തെ കുറിച്ച് നോക്കാം. ചെന്നൈ ഇന്ത്യയിലെ വലിപ്പത്തിൽ 2ാം സ്ഥാനത്തുള്ള തുറമുഖം ചെന്നൈ തുറമുഖമാണ്. ഇന്ത്യയിൽ വലിപ്പത്തിൽ 2ാം സ്ഥാനം നേടിയ തുറമുഖം ചെന്നൈ തുറമുഖം. ഇന്ത്യയിലെ ഏറ്റവും പഴയ കൃത്രിമ തുറമുഖമാണ് ചെന്നൈ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പഴക്കം കൂടിയ കൃത്രിമ തുറമുഖം ചെന്നൈ തുറമുഖം. 1ാം ലോക മഹായുദ്ധത്തിൽ ആക്രമണം നേരിട്ട ഒരേ ഒരു ഇന്ത്യൻ തുറമുഖമാണ് ചെന്നൈ തുറമുഖം. 1ാം ലോക മഹായുദ്ധത്തിലെ ആക്രമണം നേരിട്ട ഒരേ ഒരു ഇന്ത്യൻ തുറമുഖം ചെന്നൈ തുറമുഖമാണ്. ഗ്രേറ്റ് വേ ഓഫ് സൗത്ത് ഇന്ത്യ എന്നറിയപ്പെടുന്ന തുറമുഖമാണ് ചെന്നൈ തുറമുഖം. ഗേറ്റ് വേ ഓഫ് സൗത്ത് ഇന്ത്യ ചെന്നൈ തുറമുഖം. കൊൽക്കത്ത അതേപോലെ ഹാൽഡിയ തുറമുഖത്തെ കുറിച്ച് നോക്കാം. കൊൽക്കത്ത പോർട്ടിന്റെ പുതിയ പേരാണ് ശ്യാമപ്രസാദ് മുഖർജി തുറമുഖം. കൊൽക്കത്ത പോർട്ടിന്റെ പുതിയ പേര് ശ്യാമപ്രസാദ് മുഖർജി തുറമുഖം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്നതും ഇപ്പോഴും പ്രവർത്തനത്തിൽ ഉള്ളതുമായിട്ടുള്ള തുറമുഖമാണ് കൊൽക്കത്ത ഹാൽഡിയ തുറമുഖം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്നതും ഇപ്പോഴും നിലവിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള തുറമുഖം കൊൽക്കത്ത ഹാൽഡിയ തുറമുഖം. ഇന്ത്യയിലെ ഏക നദീജന്യ മേജർ തുറമുഖമാണ് കൊൽക്കത്ത തുറമുഖം. ഇമ്പോർട്ടന്റ് ചോദ്യം. ഇന്ത്യയിലെ തന്നെ ഏക നദീജന്യ മേജർ തുറമുഖമാണ് കൊൽക്കത്ത തുറമുഖം. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ആസ്ഥാനം കൂടിയായിട്ടുള്ള മേജർ തുറമുഖം കൊൽക്കത്ത തുറമുഖം. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ആസ്ഥാനം കൂടിയായിട്ടുള്ള മേജർ തുറമുഖം കൊൽക്കത്ത. ഗേറ്റ് വേ ഓഫ് ഈസ്റ്റേൺ ഇന്ത്യ, അതായത് കിഴക്കേ ഇന്ത്യയിലേക്കുള്ള കവാടം എന്ന് അറിയപ്പെടുന്ന തുറമുഖമാണ് കൊൽക്കത്ത തുറമുഖം. ഗേറ്റ് വേ ഓഫ് ഈസ്റ്റേൺ ഇന്ത്യ കൊൽക്കത്ത തുറമുഖം. കൊൽക്കത്ത തുറമുഖത്തിലെ തിരക്ക് നിയന്ത്രിക്കാൻ നിർമ്മിച്ച തുറമുഖമാണ് ഹാൽഡിയ തുറമുഖം. അപ്പൊ മനസ്സിലായ ഇത് തമ്മിലുള്ള വ്യത്യാസം. കൊൽക്കത്തയുടെ അടുത്ത് തന്നെ കൊൽക്കത്ത തുറമുഖത്തിലെ തിരക്ക് നിയന്ത്രിക്കാനായിട്ട് നിർമ്മിച്ച തുറമുഖമാണ് ഹാൽഡിയ തുറമുഖം. കൊൽക്കത്ത തുറമുഖം സ്ഥിതി ചെയ്യുന്ന നദി ഹൂഗ്ലി നദിയാണ്. കൊൽക്കത്ത തുറമുഖം ഹൂഗ്ലി നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. രാജ്യത്തിന്റെ തുറമുഖങ്ങളുടെ വികസനത്തിനായിട്ട് കേന്ദ്ര ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതിയാണ് സാഗർമാല. സാഗർമാല പദ്ധതി പ്രകാരമാണ് രാജ്യത്തെ തുറമുഖത്തിന്റെ വികസനത്തിനായിട്ട് കേന്ദ്ര ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത്. പാരദീപ് തുറമുഖത്തെ കുറിച്ച് നോക്കാം. പാരദീപ് തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലാണ് പാരദീപ്. പാരദീപ് എന്ന ഒരു മനുഷ്യനിർമ്മിത തുറമുഖമാണ് പാരദീപിനെ മേജർ തുറമുഖമായിട്ട് പ്രഖ്യാപിച്ചത് 1966 ഏപ്രിൽ 18. പാരദീപ് ഒരു മനുഷ്യനിർമ്മിത തുറമുഖമാണ്. പാരദീപിനെ മേജർ തുറമുഖമായിട്ട് പ്രഖ്യാപിച്ചത് 1966 ഏപ്രിൽ 18.
സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പൂർവ്വ തീര തുറമുഖമാണ് പാരദീപ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പൂർവ്വ തീര തുറമുഖം പാരദീപ്. ജപ്പാനിലേക്ക് ഇരുമ്പയിര് കയറ്റുമതി അയക്കുന്ന ഇന്ത്യൻ തുറമുഖമാണ് പാരദീപ്. ജപ്പാനിലേക്ക് ഇരുമ്പയിര് കയറ്റുമതി. ജപ്പാനിലേക്ക് ഇന്ത്യയിൽ നിന്നും ഇരുമ്പയിര് കയറ്റുമതി അയക്കുന്ന ഇന്ത്യൻ തുറമുഖം പാരദീപ് തുറമുഖമാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പൂർവ്വ തീര തുറമുഖവും പാരദീപാണ്. പാരദീപ് ഒരു മനുഷ്യനിർമ്മിത തുറമുഖമാണ്. പാരദീപിനെ മേജർ തുറമുഖമായിട്ട് പ്രഖ്യാപിച്ച വർഷം 1966 ഏപ്രിൽ 18. അടുത്തതായിട്ട് പോർട്ട് ബ്ലെയർ തുറമുഖത്തെക്കുറിച്ച് നോക്കാം. ഏറ്റവും അവസാനമായിട്ട് രൂപം കൊണ്ട തുറമുഖമാണ് പോർട്ട് ബ്ലെയർ തുറമുഖം. പോർട്ട് ബ്ലെയർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻഡമാൻ ആൻഡ് നിക്കോബാർസിലാണ്. ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപുകളിലാണ് പോർട്ട് ബ്ലെയർ തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. 13ാമത്തെ മേജർ തുറമുഖമായിട്ടാണ് പോർട്ട് ബ്ലെയറിനെ അറിയപ്പെടുന്നത്. പോർട്ട് ബ്ലെയറിനെ മേജർ തുറമുഖമായിട്ട് പ്രഖ്യാപിച്ചത് 2010 ഇന്ത്യയിൽ 13ാമതായിട്ട് പ്രഖ്യാപിച്ച മേജർ തുറമുഖമാണ് പോർട്ട് ബ്ലെയർ തുറമുഖം. പക്ഷെ ഇപ്പോൾ മേജർ പദവി ഈ ഒരു പോർട്ട് ബ്ലെയർ തുറമുഖത്തിന് നഷ്ടമായി. സിംഗപ്പൂർ സൗദി അറേബ്യ ഷിപ്പിംഗ് ലൈനും US സിംഗപ്പൂർ ഷിപ്പിംഗ് ലൈനും സമീപത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ തുറമുഖമാണ് പോർട്ട് ബ്ലെയർ. സിംഗപ്പൂർ സൗദി അറേബ്യ ഷിപ്പിംഗ് ലൈനിനും US സിംഗപ്പൂർ ഷിപ്പിംഗ് ലൈനിനും സമീപത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ തുറമുഖം പോർട്ട് ബ്ലെയർ തുറമുഖം. 2010 ആയപ്പോഴേക്കും മേജർ തുറമുഖ പദവി നഷ്ടമായി. ഇന്ത്യയിലെ ആർട്ടിഫിഷ്യൽ ലഗൂൺ തുറമുഖമാണ് പാരദീപും ന്യൂ മാംഗ്ലൂരും. ഒരു ചെറിയൊരു ഡീറ്റെയിൽ ആണ്. ഇന്ത്യയിലെ ആർട്ടിഫിഷ്യൽ ലഗൂൺ തുറമുഖം പാരദീപും അതേപോലെ ന്യൂ മാംഗ്ലൂരും. കൊച്ചി തുറമുഖത്തെക്കുറിച്ച് നോക്കാം. നമ്മുടെ കൊച്ചി തുറമുഖം നിലവിൽ വന്നത് 1928 മെയ് 26 1928 മെയ് 26 കൊച്ചി തുറമുഖം നിലവിൽ വന്നു. കൊച്ചി തുറമുഖത്തിന്റെ ശില്പി റോബർട്ട് ബ്രിസ്റ്റോ ആയിരുന്നു. റോബർട്ട് ബ്രിസ്റ്റോ ആണ് കൊച്ചി തുറമുഖത്തിന്റെ ശില്പിയായിട്ടുള്ളത്. കേരളത്തിലെ മേജർ തുറമുഖമാണ് കൊച്ചി തുറമുഖം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ തടാക തുറമുഖം കൊച്ചി തുറമുഖമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാക തുറമുഖമാണ് കൊച്ചി തുറമുഖം. കൊച്ചിൻ സാഗ എന്ന പുസ്തകത്തിന്റെ കർത്താവ് റോബർട്ട് ബ്രിസ്റ്റോ. കൊച്ചിൻ സാഗ എന്ന പുസ്തകം രചിച്ചതാര്? റോബർട്ട് ബ്രിസ്റ്റോ. കൊച്ചി തുറമുഖത്തിന്റെ ഉത്ഭവത്തിന് കാരണമായിട്ടുള്ള വെള്ളപ്പൊക്കമാണ് പെരിയാറിലെ വെള്ളപ്പൊക്കം. അതെന്നാണ് നടന്നത്? 1341 പെരിയാറിലെ വെള്ളപ്പൊക്കം എന്നറിയപ്പെടുന്ന വെള്ളപ്പൊക്കം കേരളത്തിൽ അനുഭവപ്പെട്ടത്. കേരളത്തിൽ കൊച്ചി തുറമുഖത്തിന്റെ ഉത്ഭവത്തിന് കാരണമായ വെള്ളപ്പൊക്കമാണ് പെരിയാറിലെ വെള്ളപ്പൊക്കം. ഇന്ത്യയിലെ ആദ്യത്തെ ഈ പോർട്ടാണ് കൊച്ചി. ഇന്ത്യയിലെ ആദ്യത്തെ ഈ പോർട്ട് കൊച്ചിയാണ്. വല്ലാർപാടം ടെർമിനലും കൊച്ചിൻ ഷിപ്പ്യാർഡും സ്ഥിതി ചെയ്യുന്ന തുറമുഖം കൊച്ചി തുറമുഖമാണ്. വല്ലാർപാടം ടെർമിനൽ കൊച്ചിൻ ഷിപ്പ്യാർഡും സ്ഥിതി ചെയ്യുന്നത് കൊച്ചി തുറമുഖത്താണ്. കൊച്ചി തുറമുഖത്തെ മേജർ തുറമുഖമായിട്ട് പ്രഖ്യാപിച്ചത് 1936 ആഗസ്റ്റ് മാസത്തിലാണ്. കൊച്ചി തുറമുഖത്തിനെ മേജർ തുറമുഖമായിട്ട് പ്രഖ്യാപിച്ച വർഷം 1936 ഓഗസ്റ്റ് മാസത്തിലാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് കണ്ടെയ്നർ കപ്പൽ എത്തിയ സ്ഥലം കൊച്ചിയിലാണ്. പ്രസിഡന്റ് ടൈലർ അന്ന് പ്രസിഡന്റായിട്ട് ടൈലറാണ് ഇരുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു കണ്ടെയ്നർ കപ്പൽ എത്തിയ സ്ഥലമാണ് കൊച്ചി. അറബിക്കടലിന്റെ റാണി എന്ന് കൊച്ചി തുറമുഖത്തെ വിശേഷിപ്പിച്ചത് RK ഷൺമുഖം ചെട്ടിയാണ്. അറബിക്കടലിന്റെ റാണി എന്ന് കൊച്ചി തുറമുഖത്തെ വിശേഷിപ്പിച്ചത് RK ഷൺമുഖം ചെട്ടി. വർഷം 1936. കൊച്ചി തുറമുഖത്തിന്റെ ആഴം കൂട്ടലിൽ നിന്നും ലഭിച്ച മണ്ണ് നിക്ഷേപം രൂപം കൊണ്ട ഐലൻഡ്. മണ്ണ് നിക്ഷേപിച്ചതിൽ നിന്നും രൂപം കൊണ്ട ഐലൻഡ് ഏതാണ്? എറണാകുളത്ത് തന്നെയുള്ള വെല്ലിംഗ്ടൺ ദ്വീപുമാണ്, വെല്ലിംഗ്ടൺ ഐലൻഡ്. കൊച്ചി തുറമുഖത്തിന്റെ ആഴം കൂട്ടലിൽ നിന്നും ലഭിച്ച മണ്ണ് നിക്ഷേപിച്ചത് മൂലം രൂപം കൊണ്ട ഒരു ഐലൻഡാണ് വെല്ലിംഗ്ടൺ ദ്വീപ്. കൊച്ചി തുറമുഖത്തിന്റെ നിർമ്മാണം ചെലവ് വഹിച്ചത് തിരുവിതാംകൂർ, കൊച്ചി, മദ്രാസ് ഗവൺമെന്റുകൾ ചേർന്നിട്ടാണ്. കൊച്ചി തുറമുഖത്തിന്റെ ചിലവ് വഹിച്ചത് ആരാണ്? തിരുവിതാംകൂറും കൊച്ചി, മദ്രാസ് ഗവൺമെന്റുകളാണ്. തിരുവിതാംകൂർ, കൊച്ചി, മദ്രാസ് ഗവൺമെന്റ് ചേർന്നിട്ടാണ്
കൊച്ചി തുറമുഖത്തിന്റെ നിർമ്മാണ ചെലവ് വഹിച്ചത്? കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിനെ കുറിച്ച് നോക്കാം. കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് നിലവിൽ വന്നത് 1964 കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് നിലവിൽ വന്നത് 1964. കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിന്റെ ആദ്യത്തെ ചെയർമാനാണ് PR സുബ്രഹ്മണ്യൻ. PR സുബ്രഹ്മണ്യനാണ് കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിന്റെ ആദ്യത്തെ ചെയർമാൻ. അടുത്തതായിട്ട് കാമരാജർ തുറമുഖത്തെ കുറിച്ച് നോക്കാം. കാമരാജർ തുറമുഖത്തിന്റെ ആദ്യകാല നാമം എണ്ണൂർ തുറമുഖമാണ്. തമിഴ്നാട്ടിലാണ് ഈ കാമരാജർ തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ ആദ്യകാല നാമം എണ്ണൂർ തുറമുഖം എന്നാണ് വിളിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ കോർപ്പറേറ്റ് തുറമുഖമാണ് കാമരാജർ തുറമുഖം. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കോർപ്പറേറ്റ് തുറമുഖമാണ് കാമരാജർ തുറമുഖം. ആദ്യകാല നാമം എണ്ണൂർ തുറമുഖം. ഇത് കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്ത ആദ്യ തുറമുഖം കൂടിയാണ് കാമരാജർ. കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്ത ആദ്യ തുറമുഖം കാമരാജർ തുറമുഖം. ചെന്നൈ തുറമുഖത്തിന്റെ തിരക്ക് കുറയ്ക്കുന്നതിനായിട്ട് നിർമ്മിച്ച തുറമുഖമാണ് കാമരാജർ തുറമുഖം. ചെന്നൈ തുറമുഖത്തിന്റെ തിരക്ക് കുറയ്ക്കാനായിട്ട് നിർമ്മിച്ച തുറമുഖം കാമരാജർ തുറമുഖം. എനർജി പോർട്ട് ഓഫ് ഏഷ്യ എന്നറിയപ്പെടുന്ന തുറമുഖമാണ് കാമരാജർ തുറമുഖം. എനർജി പോർട്ട് ഓഫ് ഏഷ്യ എന്നറിയപ്പെടുന്ന തുറമുഖം ഏത്? കാമരാജർ തുറമുഖം. ഇന്ത്യയിലെ എക്കോ ഫ്രണ്ട്ലി പോർട്ടാണ് കാമരാജർ തുറമുഖം. ഇന്ത്യയിലെ എക്കോ ഫ്രണ്ട്ലി പോർട്ട് കാമരാജർ തുറമുഖം തന്നെയാണ്. അടുത്തതായിട്ട് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ കുറിച്ച് ചെറുതായിട്ടൊന്ന് നോക്കാം. ഇന്ത്യയിൽ പുതുതായിട്ട് നിർമ്മാണത്തിൽ ഇരിക്കുന്ന അന്താരാഷ്ട്ര തുറമുഖം, ഇന്ത്യയിൽ നമ്മുടെ കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന പുതിയതായിട്ട് നിർമ്മിച്ച അന്താരാഷ്ട്ര തുറമുഖമാണ് നമ്മുടെ വിഴിഞ്ഞം തുറമുഖം. തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞത്താണ് സ്ഥിതി ചെയ്യുന്നത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണ ചുമതല വഹിക്കുന്ന കമ്പനി അദാനി പോർട്ടാണ്. അദാനി പോർട്ടാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണ ചുമതല വഹിക്കുന്നത്. തുറമുഖത്തിന്റെ ശിലാസ്ഥാപനം നടന്നത് 2015 ഡിസംബർ 5 മറ്റ് തുറമുഖം നോക്കാം. ചെറിയ തുറമുഖങ്ങളാണ്. മുന്ദ്ര തുറമുഖം. മുന്ദ്ര തുറമുഖം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഗുജറാത്ത്. മുന്ദ്ര തുറമുഖം എവിടെയാണ്? ഗുജറാത്ത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ തുറമുഖമാണ് മുന്ദ്ര തുറമുഖം. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ തുറമുഖം മുന്ദ്ര തുറമുഖം. അടുത്തതായിട്ട് കൃഷ്ണപട്ടണം തുറമുഖം. കൃഷ്ണപട്ടണം തുറമുഖം സ്ഥിതി ചെയ്യുന്ന പ്രദേശം ആന്ധ്രാപ്രദേശിലെ നെല്ലൂരാണ്. കൃഷ്ണപട്ടണം തുറമുഖം ആന്ധ്രാപ്രദേശിലെ നെല്ലൂരിൽ സ്ഥിതി ചെയ്യുന്നു. സ്വകാര്യ മേഖലയിൽ നിർമ്മിക്കപ്പെട്ട ആഴജല തുറമുഖമാണ് കൃഷ്ണപട്ടണം തുറമുഖം. സ്വകാര്യ മേഖലയിൽ നിർമ്മിക്കപ്പെട്ട ആഴജല തുറമുഖം കൃഷ്ണപട്ടണം തുറമുഖം. അടുത്തതായിട്ട് പിപവാവ്. പിപവാവ് എന്ന തുറമുഖം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഗുജറാത്ത്. ഗുജറാത്തിലാണ് പിപവാവ് തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ തുറമുഖമായിട്ട് കണക്കാക്കുന്ന പിപവാവ് തുറമുഖത്തെയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ തുറമുഖമായിട്ട് കണക്കാക്കപ്പെടുന്നത് പിപവാവ് എന്ന തുറമുഖത്തെയാണ്. അടുത്തതായിട്ട് ഗംഗാവാരം പോർട്ട്. ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ ആൾ വെതർ പോർട്ടാണ് ഗംഗാവരം പോർട്ട്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആഴമുള്ള ആൾ വെതർ പോർട്ട് ഗംഗാവരം പോർട്ടാണ്. ഗംഗാവരം പോർട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിലാണ് ഗംഗാവരം പോർട്ട് സ്ഥിതി ചെയ്യുന്നത്. മഹാരാഷ്ട്രയിൽ പുതുതായിട്ട് വരാൻ പോകുന്ന തുറമുഖമാണ് വാധാവൻ തുറമുഖം. മഹാരാഷ്ട്രയിൽ ഇനി വരാൻ പോകുന്ന ഒരു തുറമുഖമാണ് വാധാവൻ പോർട്ട്. വാധാവൻ പോർട്ട്. വാധാവൻ തുറമുഖം മഹാരാഷ്ട്രയിലാണ് ഇനി വരാൻ പോകുന്നത്. ദ ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് സ്ഥാപിതമായ വർഷം 1961 ഒക്ടോബർ 2. 1961 ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിവസമാണ് ദ ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്ന കമ്പനി സ്ഥാപിതമായത്. ദ ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് 1961 ഒക്ടോബർ 2 സ്ഥാപിതമായത്. ഇനി പ്രധാനപ്പെട്ട കപ്പൽ നിർമ്മാണശാലകളെ കുറിച്ച് നോക്കാം. മസഗൺ ഡോക്ക് ഷിപ്സ് മുംബൈയിൽ സ്ഥിതി ചെയ്യുന്നു. മസഗൺ ഡോക്ക് മുംബൈ. ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് വിശാഖപട്ടണത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് വിശാഖപട്ടണം. ഗോവ ഷിപ്പ്യാർഡ് ഗോവയിലാണ്. ഗോവ ഷിപ്പ്യാർഡ് ഗോവ. ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് കൊൽക്കത്തയിൽ സ്ഥിതി ചെയ്യുന്നു. ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സും ആൻഡ് എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് കൊൽക്കത്തയിൽ സ്ഥിതി ചെയ്യുന്നു. ഹൂഗ്ലി ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് കൊൽക്കത്തയിലാണ്.
കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് കൊച്ചിയിൽ സ്ഥിതി ചെയ്യുന്നു. ഒന്നും കൂടെ നോക്കാം. മസഗൺ ഡോക്ക് ഷിപ്പ് മുംബൈ, ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് വിശാഖപട്ടണം, ഗോവ ഷിപ്പ്യാർഡ് ഗോവ, ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് കൊൽക്കത്ത, ഹൂഗ്ലി ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് കൊൽക്കത്ത, ഹൂഗ്ലി കൊൽക്കത്ത. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് കൊച്ചിയിലും സ്ഥിതി ചെയ്യുന്നു. കുറച്ച് എക്സ്ട്രാ മാർക്കിന് വേണ്ടി കുറച്ച് ചെറിയ പോയിന്റ് നോക്കാം. ചൈനയുടെ സഹായത്തോടു കൂടി പാകിസ്ഥാനിൽ നിർമ്മിക്കുന്ന തുറമുഖമാണ് ഗാഡ്വാർ തുറമുഖം. ചൈനയുടെ സഹായത്തോടു കൂടി പാകിസ്ഥാനിൽ നിർമ്മിക്കുന്ന തുറമുഖമാണ് ഗ്വാഡർ തുറമുഖം. ഗ്വാഡർ തുറമുഖം പാകിസ്ഥാനിലാണ്. ആരാണ് സ്പോൺസർ ചെയ്യുന്നത്? ചൈന. ചൈനയുടെ സഹായത്തോടെ തന്നെ ശ്രീലങ്കയിൽ നിർമ്മിക്കുന്ന തുറമുഖമാണ് ഹാംബൻതോട്ട തുറമുഖം. ഹാംബൻതോട്ട തുറമുഖം ശ്രീലങ്കയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതും സ്പോൺസർ ചെയ്ത് സഹായിക്കുന്നത് ചൈന തന്നെയാണ്. ഇന്ത്യയുടെ സഹായത്തോടു കൂടി ഇറാനിൽ നിർമ്മിക്കുന്ന തുറമുഖമാണ് ചാബഹാർ തുറമുഖം. ഇന്ത്യയുടെ സഹായത്തോടെ ഇറാനിൽ നിർമ്മിച്ചു കൊടുക്കുന്ന തുറമുഖം ചാബഹാർ തുറമുഖം. ഒരു തുറമുഖത്തിന്റെ സേവനം ലഭ്യമാക്കുന്ന പ്രദേശങ്ങളെ അറിയപ്പെടുന്നത് ഹിൻഡർലാൻഡ് എന്നാണ്. ഹിൻഡർലാൻഡ് എന്നറിയപ്പെടുന്നത് ഒരു തുറമുഖത്തിന്റെ സേവനം ലഭ്യമാകുന്ന പ്രദേശങ്ങളെയാണ് ഹിൻഡർലാൻഡ് എന്ന് അറിയപ്പെടുന്നത്. ഏറ്റവും വലിയ ഹിൻഡർലാൻഡ് തുറമുഖമാണ് കൊൽക്കത്ത തുറമുഖം. ഏറ്റവും വലിയ ഹിൻഡർലാൻഡ് തുറമുഖം കൊൽക്കത്ത തുറമുഖം. കപ്പലിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുന്ന തുറമുഖത്തിന്റെ ഭാഗത്തെ ഡോക്ക് എന്ന് വിളിക്കുന്നു. കപ്പലിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുന്ന തുറമുഖത്തിന്റെ ഭാഗമാണ് ഡോക്ക്. സോ ഫ്രണ്ട്സ്, ഇതോടുകൂടി പ്രധാനപ്പെട്ട കേരളത്തിലെയും ഇന്ത്യയിലെയും തുറമുഖങ്ങളും മേജർ തുറമുഖത്തെക്കുറിച്ചുമാണ് നമ്മൾ നോക്കിയത്. അതേപോലെ തന്നെ ദേശീയ ജലപാതകളെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇനി വേണ്ടുന്ന ടോപ്പിക്സും ഒക്കെ നിങ്ങൾ എന്നെ കമൻ്റായിട്ട് രേഖപ്പെടുത്തി അറിയിക്കാനും മറക്കരുത്. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്തു വെച്ചാൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കുന്നതാണ്. കൂടുതൽ വീഡിയോസ് ഉടൻ തന്നെ വരുന്നതാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.